ഹലോ ഗുഡീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഇപ്പൊ നോക്കിക്കേ, എന്റെ മക്കൾ എല്ലാവരും ടെൻഷനിലായിരിക്കും അല്ലെ. നിങ്ങളുടെ സിലബസ് മാറി, സിലബസിന്റെ അകത്ത് എന്താണ് എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മളെ ക്ലാസ് ഒക്കെ തുടങ്ങാനായല്ലോ അല്ലെ. സ്കൂൾ എത്തിയ പാടെ എന്തായാലും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പുതിയ സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതേ പുതിയ സിലബസിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ അല്ലെ. 5ാം ക്ലാസ്സില് ഇതേ പുതിയ സിലബസ് നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അമ്പാനെ, എന്നാലല്ലേ നമുക്ക് അതിലുള്ള ചാപ്റ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റൂ. അപ്പൊ എന്തായാലും ആ ചാപ്റ്റേഴ്സിന്റെ ഉള്ളില് ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇല്ലേ. ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെന്തായാലും കഴിഞ്ഞ വർഷത്തിനേക്കാൾ കുറച്ചൊക്കെ ഒരു മാറ്റമുള്ള ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരു ചെറിയ കാര്യം ഇന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി വരുന്ന ചാപ്റ്റേഴ്സിലേക്ക് എന്റെ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മാറിപ്പോക്കോട്ടെ. ഓക്കെ, റെഡി? അപ്പൊ എന്റെ മക്കൾ സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മെല്ലെ ഓരോ കാര്യത്തിലായിട്ട് കടന്നു പോകാം. അപ്പൊ റെഡിയാണ്. അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്നാലും എന്റെ മക്കൾ എന്ത് ചെയ്യാം, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കണ്ടന്റ് ഒക്കെ എന്റെ മക്കൾ അറിഞ്ഞു വെച്ചാൽ ഇനി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സുകളിലെ വരുന്ന ചാപ്റ്റേഴ്സുകളിലേക്ക് അതെന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ മിസ് എന്തായാലും ആദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കൊണ്ടുവന്നത്. ഇത് എന്താണ് നമ്മളെ ചോദ്യം? 15 × 8. ഇതാണോ ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഇല്ലടാ, 15 × 8 നിങ്ങൾ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാ? ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യും. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത് അല്ലെ. 15 ഗുണിക്കണം 8 എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ കുറച്ചുകൂടെ എന്താവും അത്? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ഇല്ലടാ. 15 ഗുണിക്കണം 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 5 8 40, ബാക്കി 4 അല്ലെ. 1 8 8 4 കൂടെ എത്ര വരും? 12. അപ്പൊ ആകെ 120 കിട്ടും. പക്ഷെ ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാതെ വേഗം നമുക്ക് ആൻസർ കിട്ടാൻ ഒരു വഴിയുണ്ട്. അപ്പൊ ആ ഒരു വഴി അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ഞാൻ നോക്കിക്കേ, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ 15നെയും 8നെയും ഒന്ന് മാറ്റി പിടിക്കാൻ പോവാ. മാറ്റി പിടിക്കുക എന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ 15നെ ഒന്ന് മാറ്റിയിട്ട് എന്താക്കി മാറ്റാൻ പോവാ? 15നെ ഞാൻ 10 + 8 എന്ന് മാറ്റി എഴുതി. 10 + 8 അല്ല, 10 + 5 എന്ന് മാറ്റി എഴുതി. ഓക്കെ, അപ്പൊ ബോർഡിൽ കാണുന്നുണ്ടാവല്ലോ എങ്ങനെയാ നമ്മൾ എഴുതിയത്. അപ്പൊ 15നെ ഞാൻ മാറ്റിയിട്ട് 10 + 5 ആക്കിയിട്ട് എഴുതി. ഞാൻ 8നെ ഒന്നും ചെയ്തില്ല കേട്ടോ, അതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് മാറ്റിയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേ ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, റെഡി? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം, എന്റെ കൂടെ കേട്ടോ, മിസ്സിന്റെ കൂടെ ഇരുന്നിട്ട് ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാകും. ഇത് നോക്കിക്കേ, ഇവിടെ നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് 10ഉം 5ഉം ഉള്ളത് അല്ലെ. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളില് 10 ഉണ്ട് 5 ഉണ്ട്, പുറത്താണ് 8 ഉള്ളത്. അപ്പൊ 8 കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്റെ മക്കൾ ഇത്രയും മനസ്സിലാക്കിക്കോളാം. ഈ 8നെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, 10നെയും മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ 5നെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ആ 8നെ പുറത്തുള്ള 8നെ ഞാൻ ആ ബ്രാക്കറ്റിനുള്ളിലുള്ള 10 കൊണ്ടും 5 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാം, മനക്കണക്കിൽ വേഗം ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 8 × 10 എത്ര വരുടാ? 80 അല്ലെ. അപ്പൊ 80 പ്ലസ്, അവിടെ പ്ലസ് ആണ് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇവിടെ പ്ലസ് ആണ്. എന്റെ മക്കൾ അത് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ? 8 × 5 ചെയ്യണം അടുത്തത് അല്ലെ. 8 5 40. അപ്പൊ ദാ +40 ചെയ്യണം. അപ്പൊ 80 40 കൂട്ടിയാൽ എത്രയാടാ വരുവാ? സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ പറയാം, 120 എന്നുള്ളത് അല്ലെ. അപ്പൊ റോസ് കളറിൽ എഴുതിയിട്ട് എന്റെ കുട്ടികള് കാണാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ അല്ലെ? നമുക്ക് എത്ര കിട്ടി? 120 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് നേരത്തെ കിട്ടിയത്. അപ്പൊ ഈ ഒരു രീതിയിൽ എന്റെ മക്കളെ സംഖ്യകൾ എന്താക്കാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താല് വേഗം നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, റെഡിയാണേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഒന്ന് വേഗം ചെയ്ത് നോക്കിക്കേ, എന്തായിരിക്കും വരുക? 18 × 5. 18നെ സ്പ്ലിറ്റ് ചെയ്തൂടെ? എങ്ങനെയാക്കാം? നേരത്തെ ആക്കിയ പോലെ 18നെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് 10 + 8 എന്ന് മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ പുറത്തുള്ള 5നെ കൊണ്ട് എനിക്ക് ഉള്ളിലുള്ള അല്ലെ, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഓരോ സംഖ്യകളെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആദ്യം ഞാൻ എന്ത് ചെയ്യണം, 5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആൻസർ കിട്ടുമോ നോക്കാം. അപ്പൊ റെഡിയാണേ? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാ, മിസ് ഇതാ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം 5 × 10, 5 10 50 പ്ലസ്
ഇനി ആരെയാ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അതെ, 5 × 8, 8 5 എത്രയാടാ? 40. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. 50ഉം 40ഉം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 90 എന്ന് വന്നിട്ടുണ്ടാവും. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്ന രീതിയാണിത്. അപ്പൊ ആ നമ്പർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്റെ മക്കൾക്ക് എന്താവാം, വേഗം മനക്കണക്കിൽ ആൻസർ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇത് ചാപ്റ്റേഴ്സിലേക്ക് എന്തായാലും ഉപകാരപ്പെടും. റെഡി? അപ്പൊ അടുത്ത ഒരു ചോദ്യം കൂടെ മിസ് ഇവിടെ ചെയ്തു തരാം. അപ്പൊ ഞാൻ പറയുന്നതിന് മുന്നേ ആൻസർ കിട്ടുവാണെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് പറയണം. ഓക്കെ, അപ്പൊ എന്താ അടുത്ത ചോദ്യം? 16 × 9. 16 എനിക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യാ? 10 + 6 ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇല്ലേടാ? അപ്പൊ ഇതാ മിസ് ഇവിടെ 10 + 6 ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? പുറത്തുള്ള 9നെ കൊണ്ട് ഓരോന്നിനെയും ഞാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടിയാ മതി അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് എന്താക്കാൻ പോവാണ്? ആദ്യം 9നെ 10 കൊണ്ട് ഗുണിക്കണം, പിന്നെയോ 9നെ 6 കൊണ്ട് ഗുണിച്ചാൽ മതി. സെറ്റല്ലേ? അപ്പൊ ഇതാ 9 × 10 90. 90 പ്ലസ് അടുത്ത വരാ 9 × 6 അല്ലെ? 9 × 6 എന്ന് പറഞ്ഞാല് 54 എന്ന് വരും. 54. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര വരും? ഇവിടെ 144 എന്ന് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞത്, ഇങ്ങനെ എഴുതി ഗുണിച്ച് നോക്കണ്ട, ഇതേപോലെ നമ്പേഴ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുക? ഓടിപ്പോയിട്ട് ഈ ഒരു ചോദ്യത്തിനുള്ള ആൻസർ ഇതേപോലെ 19നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് ആൻസർ കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്ക് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? വരും ചാപ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ മിസ് എന്തായാലും അടുത്തൊരു ട്രിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.